നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് ആൻഡ് ഫ്ലഷ് ആൻഡ് ഫിയർ ഭാഗം 2. മൽക്കാപൂരിലെ അവരുടെ ക്യാമ്പിൽ അന്നത്തെ രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്ന വേളയിൽ മറ്റ് ഇംഗ്ലീഷുകാർ അവർക്കുണ്ടായിരുന്ന ഒരു സംശയം ല്യൂസനോട് ചോദിച്ചു. അവർ ഇന്ന് വെടിവെച്ച് വീഴ്ത്തിയ കടുവ തന്നെയാണോ മാൻ ഈറ്റർ എന്നതായിരുന്നു അവരുടെ ചോദ്യം. അഥവാ ആണെങ്കിലും അല്ലെങ്കിലും എന്താണ് ഇത്ര ഉറപ്പ്? എന്നാൽ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള വേട്ടക്കാരൻ കിസ്തിമയുടെ ഉറപ്പായിരുന്നു ല്യൂസണിന് വേണ്ടിയിരുന്നത്. തങ്ങൾ കൊന്നത് നരഭോജിയെ അല്ല എന്ന് മാസങ്ങളായി ആ കടുവയെ പിന്തുടരുകയും പഠിക്കുകയും ചെയ്തു വന്നിരുന്ന കിസ്തിമയ്ക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ല്യൂസണിന് അതിനേക്കാൾ വിശ്വാസമുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ വേട്ട സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഗൂഗുലു എന്നായിരുന്നു അയാളുടെ പേര്. ഈ വിചിത്രമായ പേര് കേട്ട് കൂടെ ഉണ്ടായിരുന്നവർക്ക് ചിരിപൊട്ടി. ഇത്തരം ഒരു പേര് ഇന്ത്യയിൽ വെച്ച് അവർ മുമ്പ് ഒരിക്കലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ ല്യൂസൺ പറഞ്ഞു, നിങ്ങൾ കരുതുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യനല്ല അവൻ. ഡെക്കാനിലെ കാടുകളെക്കുറിച്ച് ഇത്രയ്ക്കും അറിയാവുന്ന ഒരാൾ എൻ്റെ അറിവിൽ വേറെയില്ല. ഒരിക്കൽ ഒരൊറ്റ കാൽപ്പാട് പോലും ഇല്ലാതിരുന്നിട്ടും ഒരു കരടിയെ അവൻ്റെ കഴിവുകൾ മാത്രം ഉപയോഗിച്ച് പിന്തുടർന്ന് കണ്ടെത്തിയവനാണ് ഗൂഗുലു. അത് കേട്ട് മറ്റ് ഇംഗ്ലീഷുകാർ പറഞ്ഞു, അപ്പോൾ അവൻ ചെറുപ്പം മുതലേ വേട്ടയാടുന്ന ആളാവണം, അതുകൊണ്ടാവും ഇത്രയ്ക്കും കഴിവുകൾ ഉള്ളത്. പക്ഷെ അവൻ്റെ ഭാഷ ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. അവൻ എവിടെയുള്ള ആളാണ്? കൂടെയുള്ളവർക്ക് ആകാംക്ഷയായി. ല്യൂസൺ പറഞ്ഞു, അതിൻ്റെ കാരണം ഗൂഗുലു ഒരു ഗ്രാമവാസിയേ അല്ല, അതുകൊണ്ടാണ്. പിന്നെ അവൻ എന്താണ്? ഇത് കേട്ടിട്ട് ല്യൂസൺ പതുക്കെ ചാരിയിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ കൂടെയുള്ള വിശ്വസ്തരായിട്ടുള്ള ഇന്ത്യൻ ശിക്കാരികളായിട്ടുള്ള ചിന്നയ്യയെക്കുറിച്ചും ഗൂഗുലിനെക്കുറിച്ചും തൻ്റെ കൂട്ടുകാരോട് വിവരിക്കുവാൻ തുടങ്ങി. ചിന്നയ്യ വളരെ ചെറുപ്പം മുതലേ ല്യൂസന്റെ കൂടെയുള്ള ആളാണ്. ല്യൂസന്റെ പഴയ ജോലിക്കാരൻ്റെ മകനാണ് ചിന്നയ്യ. വേട്ടയോടുള്ള താല്പര്യം കാരണം ല്യൂസന്റെ കൂടെ തൂക്കും വെടിമരുന്നും വഹിച്ചുകൊണ്ട് ഒരു ബാലനായിരുന്നപ്പോൾ തന്നെ ചിന്നയ്യ കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ കാടിളക്കി മൃഗങ്ങളെ പിടികൂടുന്നതിൽ അയാൾ ചെറുപ്പം മുതലേ സമർത്ഥനുമായിരുന്നു. ഉയരം കൂടിയ മരത്തലപ്പുകളിൽ മറിഞ്ഞിരിക്കുന്ന പക്ഷികളെ വെടിവെക്കുന്നതിൽ ചിന്നയ്യോളം കഴിവുള്ള മറ്റൊരാളില്ല എന്നാണ് ല്യൂസൺ തർപ്പിച്ച് പറയുന്നത്. ഇപ്പോൾ 7 വർഷങ്ങളായി സകല കാര്യങ്ങളിലും ല്യൂസന്റെ കൂടെ ചിന്നയ്യുണ്ട്. അതിനാൽ തന്നെ അയാളെ കൂടാതെ തനിക്കൊരു വേട്ട പോലും ഇനി നടത്താനാവില്ല എന്ന് തന്നെയാണ് ല്യൂസൺ കരുതുന്നത്. എന്നാൽ ചിന്നയ്യയെക്കുറിച്ച് തങ്ങൾക്കെല്ലാം അറിയാമെന്നും തങ്ങൾക്കറിയേണ്ടത് ഗൂഗുലിനെ കുറിച്ചാണ് എന്നും കൂട്ടുകാർ ല്യൂസനോട് പറഞ്ഞു. അങ്ങനെ ല്യൂസൺ ഗൂഗുലുവിൻ്റെ കഥ പറയുവാൻ തുടങ്ങി. ഇങ്ങനെ നല്ല രസമുള്ള വേട്ടക്കഥകളും മറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പണം ഭാവിയിലേക്ക് വളർത്തുവാനുള്ള ഒരു ചെറിയ മാർഗത്തെക്കുറിച്ച് കൂടി കേട്ടാലോ? കാരണം നമുക്ക് ഇത്തരം അറിവുകൾ മാത്രമല്ല, ജീവിക്കാനായിട്ട് പണവും വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പത്ത് വളർത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം നിക്ഷേപങ്ങൾ തന്നെയാണ്. പക്ഷേ എവിടെയാണ് വിശ്വസിച്ച് നിക്ഷേപിക്കുക? കാശ് പോയാൽ എന്തു ചെയ്യും? ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തുടക്കം എന്ന രീതിയിൽ ഒരു വഴി പറയാം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് മച്യൂരിറ്റിയിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ കൂടെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് നല്ല റിട്ടേണും കിട്ടും. ബജാജ് അലിയൻസ് ലൈഫാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അവരുടെ BSE 500 എൻഹാൻസ്ഡ് വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ NFOയെ കുറിച്ച് അറിയുവാനും നിക്ഷേപിക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ സെപ്റ്റംബർ 18-ാം തീയതി വരെ മാത്രമേ ഈ NFOയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇനി വെറും 4 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. നിങ്ങളെ കൊണ്ടാകാവുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. NAV 10 രൂപയാണ്. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-10 വർഷത്തിൽ 37%, 21% CAGR റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. മികച്ച റിട്ടേൺ നൽകിയ ഈ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അലിയൻസ് ലൈഫ് ഈ NFOയിലൂടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. കൂടാതെ മാസം പ്രീമിയത്തിന്റെ 120 ഇരട്ടി ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ വർഷം 2 ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സും നൽകേണ്ടി വരില്ല. പ്രവാസികൾ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടി വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കേണ്ട, സെപ്റ്റംബർ 18 വരെയാണ് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ നേരിട്ട് വന്നും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. വർഷങ്ങൾക്ക് മുമ്പ് മോറിസ് എന്നു പേരുള്ള മറ്റൊരു വേട്ടക്കാരൻ്റെ കൂടെയാണ് ല്യൂസൺ നായാണ്ടിന് പോയിരുന്നത്. തനിക്കിപ്പോൾ ഇന്ത്യൻ കാടുകളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും കിട്ടിയത് മോറിസിൽ നിന്നാണ് എന്നാണ് ല്യൂസൺ പറയുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇരുവരും കൂടിയിട്ട് ചുറ്റുകുണ്ട എന്ന കാടുകളിൽ ഒരു വേട്ടയ്ക്ക് പോയിരുന്നു. ഇന്നത്തെ ആന്ധ്രാപ്രദേശിൻ്റെ കിഴക്ക് ഭാഗത്തായി വരുന്ന ചെറിയൊരു ഗ്രാമമാണ് ചുറ്റുകുണ്ട. ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഇന്നിവിടെ വലിയ കാടൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. എന്നാൽ 1830കളിൽ ഇവിടം നിബിഡ വനമായിരുന്നു എന്നാണ് ല്യൂസന്റെ കുറിപ്പുകൾ സൂചിപ്പിക്കുന്നത്. വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയത്താണ് ല്യൂസനും മോറിസും കാട്ടിൽ കയറിയത്. അവരുടെ കൂടെ നാട്ടുകാരായിട്ടുള്ള ചില വേട്ടക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി അവർക്ക് കാര്യമായ വേട്ട നടത്തുവാനൊന്നും സാധിച്ചിരുന്നില്ല.
കനത്ത വേനലിൽ മരങ്ങളെല്ലാം ഇലകൾ കൊഴിഞ്ഞ് ഉണങ്ങി നിന്നിരുന്നതാണ് പ്രധാന കാരണം. ഉണങ്ങിയ ഇലകളുടെ മുകളിലൂടെ നീങ്ങിയാൽ കാടറിയാതെ നടക്കുവാൻ സാധ്യമല്ല. കമ്പുകളും ഇലകളും ഞെരിഞ്ഞമരുന്നത് കേട്ടാൽ ഒരൊറ്റ മൃഗം പോലും ആ പരിസരത്ത് പോലും നിൽക്കില്ല. ജൂൺ ആദ്യ ആഴ്ചയിലാണ് ലൂസനും മോറിസും ചുറ്റുമുണ്ട വനങ്ങളിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഏത് ദിവസവും മൺസൂൺ മഴ എത്തുമെന്ന് അവർക്കറിയാമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അന്ന് ജൂൺ 6-ാം തീയതിയായിരുന്നു. അക്കാലങ്ങളിൽ ഡെക്കാൻ ഭാഗങ്ങളിൽ ജൂൺ 6-നും 10-നും ഇടയിലായിരുന്നു മൺസൂൺ എത്തിയിരുന്നത് എന്നാണ് ലൂസൺ എഴുതിയിരിക്കുന്നത്. ഹോസ്പിറ്റൽ റെക്കോർഡുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇത്തരം വിവരങ്ങൾ കിട്ടിയിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്നത്തെ ദിവസം ആകാശത്ത് കൂടുതൽ മേഘങ്ങൾ കാണാതിരുന്നതുകൊണ്ട് തന്നെ മഴ അന്ന് ഉണ്ടാവില്ല എന്ന ഊഹത്തിലാണ് കൂടുതൽ ഉൾവനത്തിലേക്ക് കയറുവാൻ അവർ തീരുമാനിച്ചത്. ഉൾക്കാട്ടിലുള്ള ഒരു ചെറിയ നീർക്കെട്ടിനടുത്ത് തമ്പടിക്കുവാൻ തന്നെ ലൂസൺ തീരുമാനിച്ചു. അവിടെ കാട്ടുപോത്തുകൾ ധാരാളം ഉണ്ടായിരുന്നു. കൂടാതെ ഒരു കടുവ സ്ഥിരമായിട്ട് ഈ നീർക്കെട്ടിൽ നിന്നും വെള്ളം കുടിക്കുവാൻ വരാറുണ്ടെന്നും ആളുകളുടെ വിവരണങ്ങളിൽ നിന്നും ലൂസൺ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ രാത്രി അവിടെ തന്നെ ചെലവഴിക്കാമെന്ന് അവർ തീരുമാനിച്ചത്. ആ ഒരു വെള്ളക്കെട്ടിന് തൊട്ടടുത്ത് തന്നെ തുറസായ ഒരു സ്ഥലമുണ്ടായിരുന്നു. മനോഹരമായ ഒരു പുൽമൈതാനമായിരുന്നു അത്. അതിൻ്റെ ഒത്ത നടുവിൽ കുറച്ച് ഉയരമുള്ള ഒരു സ്ഥലവും അവിടെ കൂട്ടിനൊരു ആൽമരവും നിൽപ്പുണ്ടായിരുന്നു. അതൊരു വിസ്മയകരമായ കാഴ്ചയായിരുന്നു എന്നാണ് ലൂസൺ പറയുന്നത്. ഏതാണ്ട് ഇരുട്ടാകാറായ സമയം. കാട്ടിൽ ഏതാണ്ട് 20 മൈലുകൾ ഉള്ളിലേക്ക് കയറിയിട്ടാണ് അവരിപ്പോഴുള്ളത്. വേരുകളും ശിഖരങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന ആ കൂറ്റൻ ആൽമരം ഒരു ഭീകര രൂപിയെ പോലെയാണ് തോന്നുക. ലൂസൺ മുകളിലേക്കൊന്ന് നോക്കി. ആകാശം പെട്ടെന്ന് തന്നെ മാറിയിരിക്കുന്നു. എവിടെ നിന്നോ കരിമേഘങ്ങൾ വട്ടം കൂടുന്നുണ്ട്. അകലെയുള്ള കുന്നുകളിൽ ഇടിവെട്ടുന്ന ശബ്ദം അകമ്പടിയായി കേൾക്കുന്നുമുണ്ട്. ഉടനെ 1-2 വെള്ളത്തുള്ളികൾ ലൂസന്റെ ദേഹത്ത് പതിച്ചു. വലിയ തുള്ളികളാണ്. കനത്ത മഴ ഉടനെ ഉണ്ടാവും. തോക്കുകളും വെടിമരുന്നും എങ്ങനെയും മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചേ പറ്റൂ. ലൂസൺ ഉടൻ തന്നെ ഒരു താൽക്കാലിക കൂടാരം നിർമ്മിക്കുവാനായിട്ട് ആളുകളോട് പറഞ്ഞു. ഇതേസമയം തൽക്കാലത്തേക്ക് മഴയിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് ലൂസനും മോറിസും കൂറ്റൻ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് നീങ്ങി. അതിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ടെൻ്റടിക്കുവാനായിട്ട് ആളുകൾ കമ്പുകളും മറ്റും കൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നത്. മോറിസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പരവതാനി എടുത്തിട്ട് ആലമരത്തിൻ്റെ ചുവടിനോട് ചേർന്ന് വിരിച്ചിട്ട ശേഷം അതിൽ ഇരിപ്പുറപ്പിച്ചു. ചുറ്റുപാടും ആളുകൾ കൂടാരം നിർമ്മിക്കുവാനായിട്ട് തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ആകാശം കൂടുതൽ ഇരുണ്ടു വരികയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തേക്കാം. മോറിസ് ഒന്ന് നിവർന്നു കിടന്നു. തൻ്റെ മുകളിൽ ഒരു കൂറ്റൻ കറുത്ത കുട പോലെ വിരിഞ്ഞു നിൽക്കുന്ന ആൽമരം കണ്ട് അദ്ദേഹം ശരിക്കും വിസ്മയിച്ചു പോയി. 100 കണക്കിന് വേരുകളും ശിഖരങ്ങളുമാണ് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത്. എന്തൊക്കെയോ തരം കാട്ടുവള്ളികൾ മരത്തിന് ചുറ്റും പൊതിഞ്ഞു നിൽപ്പുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് തൂങ്ങിയാടുന്നത് വള്ളികളാണോ അതോ പെരുമ്പാമ്പുകളാണോ എന്നുപോലും സംശയം തോന്നും. മോറിസ് ഒരു ചുട്ടെടുത്ത് കത്തിച്ച് ചുണ്ടിലേക്ക് വെച്ചു. അപ്പോൾ മുതലാണ് തൻ്റെ തലയ്ക്ക് മുകളിൽ എന്തോ ഒന്നുണ്ട് എന്നൊരു തോന്നൽ അയാൾക്ക് തോന്നി തുടങ്ങിയത്. എന്തോ ഒന്ന് കാട്ടുവള്ളികൾക്കിടയിലൂടെ നീങ്ങുന്നുണ്ട്. തൂങ്ങിക്കിടക്കുന്ന 100 കണക്കിന് കാട്ടുവള്ളികളും വേരുകളും കാരണം ഉള്ളിൽ എന്താണുള്ളതെന്ന് വ്യക്തമായിട്ട് കാണുവാൻ പോലും സാധിക്കുന്നില്ല. മാത്രവുമല്ല, മാനം കറുത്തിരുണ്ട് മൂടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ വേണ്ടത്ര വെളിച്ചവുമില്ല. ചുവട്ടിൽ നിന്നും ഏതാണ്ട് 10 അടി ഉയരത്തിലാണ് അനക്കം ആദ്യമായിട്ട് കണ്ടത്. മരത്തിൻ്റെ ശിഖരങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ അത് മുകളിലേക്ക് നീങ്ങുന്നതായിട്ട് മോറിസിന് തോന്നി. കൂടാതെ എന്തോ ഒന്ന് ചീറ്റുന്നത് പോലെ ഒരു ശബ്ദവും അയാൾ കേട്ടു. മോറിസിന്റെ നോട്ടവും ഭാവവും കണ്ട് മരത്തിന്റെ ചുവട്ടിലെത്തിയ ലൂസണും മുകളിൽ എന്തോ ഒന്നുള്ളതായിട്ട് തോന്നി. ഇരുവരും ഉടൻ തന്നെ തോക്കുകൾ തയ്യാറാക്കി. ഇരുട്ടും വള്ളികളും കാരണം ഒന്നും വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കാത്തത് ഭീതിയും ദുരൂഹതയും വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. മരത്തിനുള്ളിൽ എന്തോ ഒരു മൃഗം ഒളിച്ചിരിപ്പുണ്ട്. ആവേശഭരിതനായ മോറിസൺ ഉറക്കെ വിളിച്ചു കൂവി. ഒരുപക്ഷെ മാനുകളെ നോക്കി പതുങ്ങിയിരിക്കുന്ന പുലിയാവാനാണ് സാധ്യത. ലൂസൺ ഉടൻ തന്നെ തന്റെ ജോലിക്കാരോട് മരത്തിന്റെ ചുവട്ടിൽ നിന്നും മാറി നിൽക്കുവാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു. അതിനുശേഷം അദ്ദേഹം തോക്കുമായിട്ട് 1-2 തവണ ആൽമരത്തിന് വലം വെച്ചു. എന്നാൽ ഒന്നും കാണുവാൻ സാധിച്ചില്ല. മരത്തിന്റെ ഒരു വശത്ത് താഴേക്ക് ചാഞ്ഞു കിടക്കുന്ന ഒരു ശിഖരമുണ്ടായിരുന്നു. ലൂസൺ പണിപ്പെട്ട് അതിൽ വലിഞ്ഞു കയറി നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. അകത്ത് എന്തുണ്ടായാലും അതിപ്പോൾ അനങ്ങുന്നില്ല. അതാണ് കാരണം. ഉടൻ തന്നെ ലൂസൺ അടുത്ത വിദ്യ പ്രയോഗിച്ചു. തന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉയരവും ആരോഗ്യമുള്ള ഒരാളോട് തന്നെ ചുമരിൽ കയറ്റുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ തടിമുടുക്കുള്ള ഒരാൾ മുന്നോട്ട് വരികയും അയാൾ ലൂസനെ തന്റെ ചുമരിൽ എടുത്തുയർത്തുകയും ചെയ്തു. ഇതേ സമയം മറ്റുള്ളവർ ചുറ്റിനും നിന്ന് ഇരുവർക്കും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. വെടിവെക്കേണ്ടി വന്നാൽ റീകോയിൽ കാരണം ലൂസനും അദ്ദേഹത്തെ ചുമക്കുന്ന ആളും മറിഞ്ഞു വീഴുവാൻ സാധ്യതയുണ്ട്. ഇതേ സമയം മോറിസിനോട് തന്നെ കവർ ചെയ്ത് നിൽക്കുവാൻ ലൂസൻ ആവശ്യപ്പെട്ടു. വിചാരിക്കാത്ത ദിശയിൽ നിന്നാണ് പുലി താഴേക്ക് ചാടുന്നതെങ്കിൽ മോറിസാണ് അത് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഇതേ രീതിയിൽ അവർ മരത്തിന് ചുറ്റും ഒരിക്കൽ കൂടി വലം വെച്ചെങ്കിലും ഒരു നേരിയ അനക്കം പോലും കാണുവാൻ സാധിച്ചില്ല. അവസാനം ആളുകളോട് കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്തുകൊണ്ട് വരുവാൻ ലൂസൻ ആവശ്യപ്പെട്ടു. ശേഷം വള്ളികൾ കൂടി നിൽക്കുന്ന കൂടുതൽ ഇരുണ്ട ഭാഗത്തേക്ക് അവർ കല്ലുകൾ വലിച്ചെറിയുവാനായിട്ട് തുടങ്ങി.
അടുത്ത നിമിഷം ഇരുട്ടിൽ നിന്നും എന്തോ ഒന്ന് മുരളുന്ന പോലൊരു ശബ്ദം എല്ലാവരും കേട്ടു. ലിവ്സൺ ഉടൻ തന്നെ മരത്തിന്റെ ആ ഭാഗത്തേക്ക് നീങ്ങി. വിശദമായ നോട്ടത്തിൽ മരത്തിന്റെ മറുഭാഗത്തു നിന്നുമാണ് അത് കേട്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ലിവ്സൺ നേരെ അതിന്റെ തൊട്ട് താഴെ തന്നെ ചെന്നു നിന്ന് മുകളിലെ ഇരുട്ടിലേക്ക് തറപ്പിച്ചു നോക്കി. അടുത്ത നിമിഷം വള്ളികൾക്കിടയിൽ 2 കണ്ണുകൾ ചലിക്കുന്നത് അദ്ദേഹം കണ്ടു. കണ്ണുകൾക്ക് മുകളിൽ രോമങ്ങളും ഉള്ളതായിട്ട് ലിവ്സണ് തോന്നി. തേൻ തേടി മുകളിലേക്ക് കയറിപ്പോയ ഒരു കരടിയാവാനാണ് സാധ്യത. തോക്ക് കയ്യിലെടുത്ത് റെഡിയായെങ്കിലും വെടിയുതിർക്കുവാൻ ലിവ്സൺ തയ്യാറായില്ല. പുലിയാണെങ്കിലും കരടിയാണെങ്കിലും വ്യക്തമായി കണ്ട് കൃത്യമായി തന്നെ വെടിവെക്കണം. വെടി കൊണ്ടാല് അത് ചാവുകയും വേണം. ഇവറ്റകളെ മുറിവേൽപ്പിച്ച് വിടുന്നത് അപകടമാണ്. ലിവ്സൺ എന്തോ ഒന്ന് കണ്ടുവെന്ന് മനസ്സിലാക്കിയ മോറിസ് അങ്ങോട്ടേക്ക് വന്ന ശേഷം എന്താണ് കണ്ടത് എന്ന് ചോദിച്ചു. തേനെടുക്കുവാനായിട്ട് കയറിയ കരടിയാവണം, പക്ഷെ കണ്ണുകൾ കണ്ടിട്ട് ഒരു കറുത്ത കുരങ്ങാവാനാണ് സാധ്യത. ഇത് രണ്ടുമല്ലെങ്കിൽ ഒരു കരിമ്പുലിയാവാനും സാധ്യതയുണ്ട്. എന്തായാലും അതിനെ മുറിവേൽപ്പിച്ച് തന്റെ ആളുകളെ അപകടത്തിലാക്കുവാനായിട്ട് ലിവ്സൺ ഒരുക്കമായിരുന്നില്ല. സത്യത്തിൽ ഈ സമയം ലിവ്സന് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു. മോറിസിന്റെ കൃത്യതയിലും ധീരതയിലുമുള്ള വിശ്വാസമായിരുന്നു കാരണം. അതുകൊണ്ട് തന്നെ എടുത്തുയർത്തിയിട്ട് ഏറ്റവും താഴെയുള്ള ശിഖരത്തിന്റെ കടക്കില്, അതായത് ട്രീയുടെ ഫോർക്കിൽ കൊണ്ടുവെക്കുവാനായിട്ട് അദ്ദേഹം തന്റെ ആളുകളോട് പറഞ്ഞു. വി ആകൃതിയിലുള്ള ആ സ്ഥലത്ത് ഒന്ന് നിവർന്നു നിൽക്കുവാനായിട്ട് ലിവ്സൺ നന്നായി പണിപ്പെട്ടു. അവസാനം ഒരു വിധത്തിൽ സ്റ്റഡിയായി നിന്ന ശേഷം അദ്ദേഹം തോക്കെടുത്ത് തയ്യാറായി. ലിവ്സൺ കുറച്ചു മുമ്പ് കണ്ണുകൾ കണ്ട ആ ഭാഗം തൊട്ടു മുന്നിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. തോക്ക് മുന്നോട്ട് ചൂണ്ടിയിട്ട് അതിന്റെ ബാരൽ കൊണ്ട് വള്ളികൾ മാറ്റിയിട്ട് അത് എന്ത് ജീവിയാണ് എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ലിവ്സൺ ഒരു കൈ കൊണ്ട് മരത്തിൽ അള്ളിപ്പിടിച്ച ശേഷം മറു കൈയിലുള്ള തോക്കിന്റെ ബാരൽ കൊണ്ട് വള്ളികൾ സാവധാനം ഒരു വശത്തേക്ക് നീക്കി. ഉള്ളില് നല്ല ഇരുട്ടാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഉള്ളിൽ മരത്തിന്റെ തടിക്കുള്ളിൽ വലിയൊരു പൊത്തുള്ളതായിട്ട്, ഒരു ദ്വാരം ഉള്ളതായിട്ട് ലിവ്സന് പിടികിട്ടി. അതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ വേണമെങ്കിൽ കയറിയിരിക്കാം, അത്രയ്ക്ക് വലിപ്പമുണ്ട്. പെട്ടെന്ന് താൻ മുമ്പ് കണ്ട 2 കണ്ണുകൾ ആ പൊത്തിൽ നിന്നും ഉയർന്നു വരുന്നത് ലിവ്സൺ കണ്ടു. കണ്ണുകളുടെ മുന്നിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന നീണ്ട മുടി കണ്ടതോടെ ഇത് കരിമ്പുലിയോ കരടിയോ അല്ല, വലിപ്പമുള്ള ചിമ്പാൻസി പോലുള്ള എന്തോ കുരങ്ങാണെന്ന് ലിവ്സന് തോന്നി. അതുകൊണ്ട് തന്നെ വെടിവെക്കേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. ലിവ്സൺ ഉടൻ തന്നെ തോക്കെടുത്ത് ഒരു ചെറിയ ചില്ലയിൽ തൂക്കിയിട്ടു. ശേഷം അരയിൽ നിന്നും കഠാര ഊരി കയ്യിൽ പിടിച്ചിട്ട് ഒരിക്കൽ കൂടി വള്ളികൾ മാറ്റി ആ പൊത്തിലേക്ക് കൈയിട്ടു. ആ ജീവിയുടെ തലമുടിക്കൂത്തിൽ പിടിച്ച് പൊത്തിൽ നിന്നും ഉയർത്തിയെടുക്കുക എന്നതായിരുന്നു ഉദ്ദേശം. എന്തായാലും അദ്ദേഹത്തിന്റെ കൈകളിൽ ആ ജീവിയുടെ തലയുടെ മുകൾ ഭാഗം മുടി ഉൾപ്പെടെ കിട്ടുക തന്നെ ചെയ്തു. പിടി മുറുകിയതോടെ ആ ജീവി മുരളുകയും എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ലിവ്സൺ ഉടൻ തന്നെ മോറിസിനെയും ഇന്ത്യൻ ശിക്കാരികളെയും സഹായത്തിനായിട്ട് വിളിച്ചു. ഇതേ സമയം ഈ ജീവിയുടെ കൈകൾ ലിവ്സന്റെ കൈകളിൽ തിരിച്ച് പിടുത്തമിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത നിമിഷം ഇരുട്ടിൽ നിന്നും മറ്റൊരു ജോഡി കൈകൾ കൂടി നീണ്ടുവരികയും ലിവ്സന്റെ ശരീരത്തിൽ പിടുത്തമിടുകയും ചെയ്തു. ഇന്ത്യൻ കാടുകളിൽ മനുഷ്യക്കുരങ്ങുകളെ ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നുകൊണ്ട് തന്നെ ഇത് എന്ത് തരം ജീവികളാണ് എന്നോർത്ത് ലിവ്സൺ ശരിക്കും ഞെട്ടിപ്പോയി. ലിവ്സന്റെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടിട്ട് മോറിസും ഇന്ത്യൻ ശിക്കാരികളും അങ്ങോട്ടേക്ക് ഓടി വരികയും ചിലര് മരത്തിലേക്ക് വലിഞ്ഞു കയറിയിട്ട് പൊത്തിൽ കൈയിട്ട് ആ 2 രൂപങ്ങളെയും വലിച്ച് നിലത്തേക്ക് ഇടുകയും ചെയ്തു. മരത്തിൽ നിന്ന് നിലത്തേക്ക് വീണ ആ 2 ജീവികളെയും കണ്ട് സകലരും ഞെട്ടിപ്പോയി. അത് പുലിയോ കരടിയോ ചിമ്പാൻസിയോ ആയിരുന്നില്ല, പ്രാകൃത രൂപത്തിലുള്ള 2 മനുഷ്യ കോലങ്ങളായിരുന്നു അത്. സൂക്ഷിച്ചു നോക്കിയ ലിവ്സന് 2 പെണ്ണുങ്ങളാണ് എന്ന് പിടികിട്ടി. ഒന്നിന് കുറച്ച് പ്രായമുണ്ട്, മറ്റേത് പക്ഷേ കുട്ടിയാണ്. ഇവർ ശരിക്കും മനുഷ്യവർഗത്തിൽപ്പെട്ടവയാണോ അതോ ഏതെങ്കിലും പുതിയ മനുഷ്യക്കുരങ്ങുകളാണോ അതോ രണ്ടും ചേർന്ന ഹൈബ്രിഡ് വലതുമാണോ എന്നൊന്നും അവർക്ക് പിടികിട്ടിയില്ല. കറുത്ത ഒലീവ് നിറമായിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നത്. ഇതിൽ പ്രായം കൂടിയതിന് 4 അടിയിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്നില്ല. മുടി കണ്ണുകളിലേക്ക് വീഴാതിരിക്കുവാനായിട്ട് പുറകിൽ വള്ളി കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് എന്നതല്ലാതെ ശരീരത്തിൽ ഒരു തരി തുണിയോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല. പേടിച്ചരണ്ടുപോയ ആൾക്കുരങ്ങുകളെ പോലെയാണ് ഇരുവരും അപ്പോൾ പെരുമാറിയത്. അവൾ ഓടിപ്പോയി കളയാതിരിക്കുവാൻ വേണ്ടിയിട്ട് ശിക്കാരികൾ ഞൊടിയിട കൊണ്ട് അവളുടെ കാലുകൾ വള്ളികൾ കൊണ്ട് ബന്ധിച്ചു. ശേഷം അതിന്റെ അഗ്രം തൊട്ടടുത്തുള്ള മരത്തിൽ ചേർത്ത് കെട്ടുകയും ചെയ്തു. എന്നാൽ പെൺകുട്ടിയെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അത് പേടിച്ചരണ്ട് അമ്മയോട് ചേർന്ന് തന്നെയാണ് നിന്നിരുന്നത്. അമ്മയില്ലാതെ അത് ഓടിപ്പോയി കളയാനായിട്ട് ഒരു സാധ്യതയുമില്ല. ഇതിനുശേഷം ലിവ്സൺ കുറേയേറെ നേരം അവർ 2 പേരെയും നോക്കി തന്നെ അങ്ങ് നിന്നു. ഏറെക്കുറെ മനുഷ്യർ തന്നെയാണ് അവരെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. മഞ്ഞ നിറമുള്ള പല്ലുകളും പരന്ന മൂക്കുമാണ് അവർക്കുള്ളത്. എന്നാൽ അവരുടെ കൈകൾക്ക് നല്ല നീളമുണ്ടായിരുന്നു. പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ പൂർണ്ണമായും കാട്ടിൽ തന്നെ കഴിയുന്ന ചില വർഗ്ഗങ്ങൾ ഈ ഭാഗങ്ങളിൽ ഉണ്ടെന്ന് കേട്ടിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അത്തരമൊരു വർഗ്ഗമുണ്ടെന്ന് ലിവ്സനും മോറിസും അതുവരെയും കരുതിയിരുന്നില്ല. നീലഗിരിക്ക് തെക്കുള്ള കാടുകളിൽ പൂർണ്ണമായിട്ടും കാടുകളിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യവർഗ്ഗങ്ങൾ ഉള്ളതായിട്ട് അറിയാമായിരുന്നുവെന്ന് ലിവ്സൺ എഴുതിയിട്ടുണ്ട്. നമ്മുടെ നിലമ്പൂർ സൈലന്റ് വാലി കാടുകളിൽ ജീവിക്കുന്ന ചോല നായ്ക്കർ ഇതിന് ഉദാഹരണമാണ്. ലിവ്സണും മോറിസും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ അത്യപൂർവമായിട്ടുള്ള ഈ ഒരു സംഭവത്തിന് അകമ്പടിയായി ആ വർഷത്തെ മൺസൂൺ മഴയും എത്തിച്ചേർന്നു. പുരാതനമായ ആ ആൽമരത്തിന്റെ ചുവട്ടില്
വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്ന ആ മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് നിന്നു. മഴ ശമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഉടൻ തന്നെ ടെന്റുകൾ തയ്യാറാക്കി. ശേഷം തണുപ്പകറ്റുവാൻ വേണ്ടിയിട്ട് വിറകുകൾ കൂട്ടിയിട്ട് വലിയൊരു തീക്കുണ്ടം ആഴി തന്നെ അവർ ആ കാട്ടിൻ്റെ ഉള്ളിൽ കത്തിച്ചു. ഇതിനിടെ ലൂസന്റെ കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ശിക്കാരികളിൽ ഒരാൾ വലിപ്പമുള്ള ഒരു കാട്ടുകിഴങ്ങും അത് കുത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിലത്ത് നിന്ന് കുത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അറ്റം കൂർപ്പിച്ചെടുത്ത ഒരു കമ്പും തൊട്ടടുത്ത് നിന്നും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ലൂസനും കൂട്ടരും ഈ ഒരു ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ആ അമ്മയും കുട്ടിയും കൂടി മണ്ണിൽ നിന്ന് മാന്തിയെടുത്ത കിഴങ്ങാവാനാണ് സാധ്യത. ലൂസൻ എന്ത് ചെയ്തു? ആ കിഴങ്ങ് കുട്ടിയുടെ നേർക്ക് നീട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അത് യാതൊരു മടിയും കൂടാതെ അത് വാങ്ങുകയും അമ്മ അതിന് അത് പൊളിച്ചു കൊടുക്കുകയും ചെയ്തു. ലൂസൻ ഉടൻ തന്നെ തന്റെ സഞ്ചിയിൽ നിന്നും ഉരുളക്കിഴങ്ങുകൾ എടുത്ത് ആ സ്ത്രീയുടെ നേർക്ക് നീട്ടി. കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവരത് വാങ്ങുകയും ആർത്തിയോടെ ഭക്ഷിക്കുകയും ചെയ്തു. ഇതുകൂടാതെ അത്താഴത്തിന് സമയത്ത് ചോറും ഇറച്ചിയും അവർ കഴിക്കുമോ എന്ന് സംശയം ഉണ്ടായിരുന്നുവെങ്കിലും മടി കൂടാതെ അതും അവർ കഴിക്കുന്നതാണ് ലൂസൻ കണ്ടത്. അവരത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പിടികിട്ടി. എന്നാൽ മറ്റുള്ളവർ കഴിക്കുന്നത് കണ്ടതോടെ അത് ഭക്ഷിക്കുവാൻ പറ്റുന്ന സാധനമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാവണം അവരും അത് കഴിച്ചത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ പൂർണ്ണമായിട്ടും മനുഷ്യർ തന്നെയാണോ എന്ന് ലൂസന് സംശയമുണ്ടായിരുന്നു. രാത്രി കോഫി കുടിക്കുന്ന ശീലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ലൂസൻ കുറച്ച് ശർക്കര അവർക്ക് കൊടുത്തു. അത് രുചിച്ചു നോക്കിയ രണ്ടുപേരും സന്തോഷം കൊണ്ട് തുടയിലടിക്കുകയും പരസ്പരം എന്തൊക്കെയോ പറയുകയും ചെയ്തു. എന്നാൽ അവരുടെ ഭാഷ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതിനിടെ സ്ത്രീയുടെ കാലിലെ കെട്ടഴിച്ച് മാറ്റുവാനായിട്ട് ലൂസൻ ആളുകളോട് പറഞ്ഞു. ഒരാള് അത് അഴിച്ചു മാറ്റിയ ആ നിമിഷം വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറി ഒരു നായ ദേഹം കുടയുന്നത് പോലെ അവൾ ശരീരം ഒന്ന് കുലുക്കുകയും കാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം തന്റെ കുട്ടി ഇപ്പോഴും പിടിയിലാണ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ അവര് സാവധാനം തിരികെ നടന്നു വന്ന് കുട്ടിയുടെ അരികിൽ തന്നെ കുത്തിയിരുന്നു. പക്ഷെ അവർക്ക് ഇപ്പോഴും ഭയമുണ്ടെന്ന് മനസ്സിലാക്കിയ ലൂസൻ തന്റെ ആളുകളോട് അവരെ കൂടുതൽ നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ശേഷം ലൂസൻ കുറച്ചുകൂടി ശർക്കര അവർക്ക് കുടിക്കുകയും അവർ രണ്ടുപേരും ആർത്തിയോടെ അത് ഭക്ഷിക്കുകയും ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ലൂസനും കൂട്ടരും കുഴപ്പക്കാരല്ല എന്ന് പിടികിട്ടി. ആ സ്ത്രീ സാവധാനം അരികിൽ വന്ന് ലൂസന്റെ വസ്ത്രങ്ങളിൽ തൊട്ടുനോക്കി. ഇതും ഇയാളുടെ ശരീരത്തിന്റെ ഭാഗമാണോ എന്ന സംശയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മോറിസിന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പിയും അയാളുടെ ശരീരത്തിന്റെ ഭാഗമാണ് എന്നാണ് ആ പാവം സ്ത്രീ കരുതിയത്. അതുകൊണ്ട് തന്നെ മോറിസ് തൊപ്പി ഊരി മാറ്റി കഴിഞ്ഞപ്പോഴേക്കും കൂട്ടത്തിൽ തലയും കൂടി പോരുമോ എന്ന് ഓർത്തിട്ട് അവന് ഞെട്ടി നിലവിളിച്ചത് കണ്ട് ലൂസന് ചിരി പൊട്ടി. കൂടുതൽ രാത്രിയായതോടെ എല്ലാവരും തീക്കുണ്ടത്തിന്റെ അരികിലേക്ക് എത്തിച്ചേർന്നു. ലൂസൻ തന്റെ സേവകർക്കും ശിക്കാരികൾക്കും പതിവായി കൊടുക്കാറുള്ള മദ്യവും പുകയിലയും വിതരണം ചെയ്തു. ഇത് എല്ലാ ദിവസവും പതിവുള്ളതാണ്. ശേഷം എല്ലാവരും പല സ്ഥലങ്ങളിൽ ചാരിയിരുന്ന് പുകവലിക്കുകയും നാളത്തെ വേട്ടയെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുവാനായിട്ടും ഒക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കടന്നുപോയി. പെട്ടെന്ന് മോറിസ് എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുകയും ചുറ്റിനും നോക്കുകയും ചെയ്തു. ആ സമയത്ത് മലയണ്ണാന്റെ പോലൊരു ശബ്ദം കേട്ടിട്ടാണ് അയാൾ ഞെട്ടുവാൻ കാരണം. പ്രഭാതത്തിലും വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഈ മലയണ്ണാനുകൾ കൂടുതൽ സജീവമാകുക. പാതിരാവെടുക്കുന്ന സമയങ്ങളിൽ അവരുടെ ശബ്ദം വളരെ വിരളമായി മാത്രമേ കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി ആ ശബ്ദം കേട്ടതോടെ ലൂസൻ തോക്കെടുത്ത് തയ്യാറായി. അമ്മയുടെയും കുട്ടിയുടെയും കൂടെയുള്ള വർഗ്ഗക്കാര് അവരെ തിരക്കി രാത്രിയിൽ എത്തുമെന്ന് ലൂസൻ ഏതാണ്ട് ഉറപ്പുണ്ടായിരുന്നു. ഇരുട്ടിലെ ആളുകൾ പതിയിരിപ്പുണ്ട്. മോറിസ് ശബ്ദമടക്കി പറഞ്ഞു. മലയണ്ണാന്റെ പോലുള്ള ശബ്ദം അവരുണ്ടാക്കിയതാണ്. ആ ശബ്ദം കേട്ടതോടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെയും കുട്ടിയുടെയും കണ്ണുകൾ തിളങ്ങുന്നതും അവർ ചുറ്റിനും ആരെയൊക്കെയോ തിരക്കുന്നത് പോലെ നോക്കുന്നതും ലൂസൻ ശ്രദ്ധിച്ചു. അടുത്ത നിമിഷം 4-5 അസ്ത്രങ്ങൾ മുന്നിൽ കത്തിയിരുന്ന തീക്കുണ്ടത്തിലേക്ക് ആഞ്ഞു വന്ന് പതിച്ചു. അവരാരെയും ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ലൂസൻ ഉടൻ തന്നെ കുറച്ച് ശർക്കരയും ഉരുളക്കിഴങ്ങുകളും എടുത്ത് ആ സ്ത്രീയുടെ കൈകളിൽ കൊടുക്കുകയും അവരെയും കൊണ്ട് അസ്ത്രങ്ങൾ വന്ന ഭാഗത്തേക്ക് ആ ഇരുട്ടിലേക്ക് നടക്കുവാനായിട്ട് ചിന്നയ്യോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ചിന്നയ്യ ഇരുട്ടിലേക്ക് ആ ഒരു സ്ത്രീയെയും കൂട്ടി നടന്നു തുടങ്ങിയപ്പോൾ ആ ഒരു സമയം തന്നെ ലൂസൻ തോക്കുമായിട്ട് പുറകെ നടന്നു. കൂടാതെ 2 ശിക്കാരികളോട് തന്നെ അനുഗമിക്കാനായിട്ട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. ചിന്നയ്ക്ക് എന്തെങ്കിലും പിണഞ്ഞാൽ കണ്ണും പൂട്ടി വെടിവെക്കാൻ തന്നെയായിരുന്നു ലൂസന്റെ ഉദ്ദേശം. ചിന്നയ്യ അവരെയും കൂട്ടി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ആ സ്ത്രീ വല്ലാത്തൊരു കൂവൽ ശബ്ദം പുറപ്പെടുവിക്കുകയും അതിന് മറുപടിയായിട്ട് ഇരുട്ടിൽ നിന്നും അതേ രീതിയിൽ ശബ്ദം ഉണ്ടാവുകയും ചെയ്തു. ഉടൻ തന്നെ ആ സ്ത്രീ ചിന്നയ്യയുടെ അരികിൽ നിന്നും ഇരുട്ടിലേക്ക് ഓടി. അടുത്ത നിമിഷം ഇരുട്ടിൽ നിന്നും 2-3 രൂപങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവർ ചിന്നയ്യയെ ആക്രമിക്കുമോ എന്നൊരു ഭയം ലൂസൻ ഉണ്ടായിരുന്നുവെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വന്നവർ പൊതുവെ ശാന്തരായിരുന്നു. എങ്കിലും ലൂസൻ കരുതി തന്നെയാണ് നിന്നിരുന്നത്. ഇതേ സമയം അവരുടെ അരികിൽ നിന്ന് ഓടിപ്പോയ സ്ത്രീ ഇപ്പോൾ വന്ന പുതിയ ആളുകളോട് എന്തൊക്കെയോ സംസാരിക്കുവാൻ തുടങ്ങി. ലൂസനും കൂട്ടരും കുഴപ്പക്കാരല്ല എന്ന് ആ സ്ത്രീയിൽ നിന്നും മനസ്സിലാക്കിയതുകൊണ്ടാവണം അവരെല്ലാം സാവധാനം ഇപ്പോഴും കത്തിക്കൊണ്ടിരുന്ന ആഴിയുടെ അരികിലേക്ക് നീങ്ങി വന്നു. 3 ആണുങ്ങളും 2 സ്ത്രീകളും ഒരു കുട്ടിയുമാണ് ആ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത്. രൂപവും ഭാവവുമെല്ലാം മുമ്പ് മരത്തിൽ നിന്ന് കിട്ടിയ ആ സ്ത്രീയുടെ പോലെ തന്നെയായിരുന്നു. ആർക്കും വലിയ ഉയരമൊന്നും ഉണ്ടായിരുന്നില്ല.
മുള കൊണ്ട് നിർമ്മിച്ച നീളക്കുറവുള്ള അസ്ത്രങ്ങളായിരുന്നു അവരുടെ ആയുധങ്ങൾ. വില്ലുകളുടെ ഞാണുകൾ ഏതോ മൃഗത്തിൻ്റെ തൊലി ഉണക്കി നിർമ്മിച്ചതാവാനാണ് സാധ്യത. അമ്പുകളുടെ കൂർത്ത അഗ്രഭാഗം മയിലിൻ്റെ തൂവലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ സ്ത്രീയുടെ കൂടെ തീയുടെ അരികിലേക്ക് വന്നപ്പോൾ അവരുടെ മുഖത്ത് ഭീതിയുടെ ഭാവങ്ങൾ മിന്നി മറയുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പേടി പാടെ മാറുകയും ല്യൂസൺ കൊടുത്ത ശർക്കരയും ഉരുളക്കിഴങ്ങുകളും ആർത്തിയോടെ ഭക്ഷിക്കുകയും ചെയ്തു. മുമ്പ് മരത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു സ്ത്രീയോട് അവർ ദീർഘനേരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ല്യൂസന്റെ കൂടെയുള്ളവർ കിടക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കാരണം ഇവരെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ, ഇവർക്ക് മനസ്സമാനമായിട്ട് കിടക്കുകയൊക്കെ ചെയ്യാം. അത് കണ്ട ഈ വന്ന ആളുകളും തീക്ക് ചുറ്റിനും ചുരുണ്ടുകൂടി കിടന്നെങ്കിലും അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കണ്ണുകൾ മിഴിച്ച് സദാസമയവും ചുറ്റിനും നോക്കിക്കൊണ്ടാണ് അവർ ഉറങ്ങുന്നതായിട്ട് ഭാവിച്ച് കിടന്നത്. ഇവരെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ചിന്നയ്യയും കൂട്ടരും രാത്രിയിൽ മാറി മാറി ഉറങ്ങാതെ കാവൽ നിൽക്കുവാൻ തന്നെ തീരുമാനിച്ചു. നേരം വെളുത്ത ശേഷം കണ്ണു തുറന്ന ല്യൂസൺ കണ്ടത് അവർ വൃത്താകൃതിയിൽ നിലത്ത് കുത്തിയിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നതാണ്. ല്യൂസൺ ഉടൻ തന്നെ മോറിസ് തലേദിവസം വെടിവെച്ച ഒരു കരടിയുടെ തൊലിയും രോമവും അവരെ കാണിച്ചു. അത് കണ്ടതോടെ കരടിയുടെ ഭാവവും ശബ്ദവും അവർ അനുകരിച്ച് കാണിക്കുവാൻ തുടങ്ങി. ല്യൂസൺ കരടിത്തോലിൽ ഉണ്ടായിരുന്ന വെടികൊണ്ട ആ ദ്വാരം, ആ ഒരു സുഷിരം അവരെ കാണിച്ചു. ശേഷം തോക്കെടുത്തിട്ട് ഇതുകൊണ്ടാണ് ആ തുള വീഴ്ത്തിയത് എന്ന് കാണിക്കുവാനായിട്ട് ഒരു മരത്തിലേക്ക് വെടി ഉതിർത്ത ശേഷം അപ്പോഴുണ്ടായ ദ്വാരം അവരെ കാണിക്കുകയും ചെയ്തു. ശേഷം ചിന്നയ്യ ഒരു കോടാലി എടുത്തിട്ട് മരത്തിൽ വെട്ടുന്നത് കാണിച്ചതോടെ അവരുടെ ശ്രദ്ധ പിന്നീട് അതിലേക്ക് മാറി. അവർ കോടാലി എടുത്തിട്ട് മരത്തിൽ വെട്ടിയ ശേഷം കഷ്ണങ്ങൾ ചിതറുന്നു കണ്ട് സ്വയം അത്ഭുതപ്പെട്ടു. മണിക്കൂറുകളോളം അവർ ല്യൂസന്റെയും ആളുകളുടെയും കൈകളിലിരിക്കുന്ന വിവിധ ആയുധങ്ങൾ കാണുകയും അതെല്ലാം കയ്യിലെടുത്തും പ്രയോഗിച്ചും ചിരിച്ചും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു പ്രത്യേകതയുള്ള ഒരാൾ തൻ്റെ തോക്കിലാണ് ഉന്നമിട്ടിരിക്കുന്നത് എന്ന് ല്യൂസന് പിടികിട്ടി. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ കോടാലി പ്രയോഗിക്കുന്നത് അയാൾ പഠിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് 1 മാസത്തോളം ല്യൂസനും കൂട്ടരും ഈ ചുറ്റുമുണ്ട കാടുകളിൽ വേട്ട നടത്തി. അപ്പോഴെല്ലാം ഈ ആളുകൾ അവരുടെ കൂടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അക്കൂട്ടത്തിൽ മുമ്പ് പറഞ്ഞ ആ പ്രത്യേകതയുള്ള ഒരാൾ ല്യൂസനോട് കൂടുതൽ അടുക്കുകയും അദ്ദേഹത്തിന് കാട്ടിലെ മൃഗങ്ങളെ കാണിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. തോക്കുകളും കോടാലിയും ഉപയോഗിക്കുവാനായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പഠിച്ചെടുത്ത അയാളാണ് ല്യൂസന്റെ കൂടെ ഇന്നുള്ള ഗൂഗുലു. കാട്ടിലെ ഓരോ ചലനങ്ങളും എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയുവാനായിട്ട് ശേഷിയുണ്ടായിരുന്ന ആളായിരുന്നു ഗൂഗുലു. ചിന്നയ്യ കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അനുയായിയാണ് ഗൂഗുലു. ഗൂഗുലുവിന്റെ ഭാഷ അപ്പോഴും ല്യൂസനും ചിന്നയ്ക്കും കീറാമുട്ടി തന്നെയായിരുന്നുവെങ്കിലും സ്ഥിരമായ സഹവാസം കാരണം അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും അവൻ പറയുന്നത് മനസ്സിലാക്കി എടുക്കുവാനും അവർക്ക് കഴിയുന്നുണ്ടായിരുന്നു. ഗൂഗുലു ആരാണെന്നും എന്താണെന്നും നമുക്ക് മനസ്സിലായി. പക്ഷേ ഗൂഗുലു ഉൾപ്പെടുന്ന ആ മനുഷ്യവർഗം ഏതായിരുന്നുവെന്നും അവരിപ്പോഴും ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാവും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. തീർച്ചയായും അവർ നമ്മേക്കാളൊക്കെ മുമ്പ് തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അവരിപ്പോഴും അവിടെ തന്നെ ജീവിക്കുന്നുണ്ട്. ഏനാദി എന്നാണ് അവരറിയപ്പെടുന്നത്. ല്യൂസൻ പറഞ്ഞതുപോലെ തന്നെ കാടുമായിട്ട് ഇണങ്ങിച്ചേർന്ന് കാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു മനുഷ്യവിഭാഗമാണ് ഏനാദികൾ. എഡ്ഗാർ തെസ്റ്റൻ പറയുന്നത് അനാദികാലം മുതലേ അല്ലെങ്കിൽ ചരിത്രാതീത കാലം മുതലേ ഉള്ളവർ എന്ന അർത്ഥത്തിലാണ് അവരെ ഏനാദികൾ എന്ന് വിളിക്കുന്നത് എന്നാണ്. പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവർ ചെഞ്ചു എന്നറിയപ്പെടുന്ന മറ്റൊരു ഗോത്ര വിഭാഗത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നവരാണ്, അങ്ങനെ ആകാനാണ് സാധ്യത എന്നാണ്. ഈ ചെഞ്ചു ജനതയാവട്ടെ ഏതാണ്ട് 1800 BC സമയത്ത് സിന്ധു നദീതടങ്ങളിൽ നിന്നും ഇന്നത്തെ ഒഡീഷ, ആന്ധ്ര, തെലങ്കാന ഭാഗങ്ങളിലേക്ക് കുടിയേറി വന്നവരാണ്. ഇന്നത്തെ തെലങ്കാനയിലെ നല്ലമല കാടുകളിൽ നിന്നും കിഴക്ക് ശ്രീഹരിക്കോട്ട ദ്വീപ് വരെയും കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഏനാദികൾ ജീവിച്ചിരുന്നത്. നല്ലമല കാടുകളിലും പരിസരങ്ങളിലും മാത്രം കാണപ്പെടുന്ന ഒരു കന്നുകാലി വർഗമുണ്ട്. ഓടതുർപ്പു എന്നാണ് ആ പശുക്കളുടെ പേര്. ഇതിന്റെ ഉച്ചാരണം ഇങ്ങനെ തന്നെയാണോ എന്നെനിക്കറിയില്ല. ദേഹത്ത് അനവധി പുള്ളികളുള്ള ഒരു വർഗമാണിത്. ഈ ഭാഗത്തുള്ള മറ്റ് വർഗ്ഗക്കാരായിട്ടുള്ള ബെഞ്ചാരകളാണ് ഈ കാലികളുടെ ഉടമസ്ഥര്. എന്നാൽ ഇവറ്റകളെ കാട്ടിൽ മേയ്ക്കുവാനും വളർത്തുവാനും അവര് ചെഞ്ചു വർഗ്ഗക്കാരെയാണ് ഏൽപ്പിക്കുന്നത്. ഇത് അനാദികാലം മുതലേ ഈ വർഗ്ഗങ്ങൾ തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്ന ഒരു കാര്യമാണ്. ഈ ചെഞ്ചു വർഗ്ഗത്തിൽ നിന്നാവണം നമ്മുടെ ഈ ഏനാദികൾ പ്രത്യേക വിഭാഗമായിട്ട് മാറിയത്. കാട്ടിൽ വേട്ടയാടിയിട്ടാണ് ഏനാദികൾ ജീവിച്ചിരുന്നത്. കോൺ രൂപത്തിലുള്ള ഹട്ടുകളാണ് ഇവർ നിർമ്മിച്ചിരുന്നത്. ഒരാൾക്ക് കുനിഞ്ഞ് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കിടക്കാനാവൂ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്ന നല്ലമല കാടുകൾ മുതൽ ശ്രീഹരിക്കോട്ട ദ്വീപ് വരെയുള്ള സ്ഥലങ്ങളിൽ വേട്ടയാടി ജീവിച്ചിരുന്ന ഇവരെക്കുറിച്ചിട്ട് തമിഴ് സംഘം കൃതികളിലും സൂചനയുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീഹരിക്കോട്ടയുടെ പേര് വതുകാർമുനൈ എന്നായിരുന്നു. പിന്നീട് ചോള അല്ലെങ്കിൽ ചോഴ സാമ്രാജ്യം ദ്വീപിൽ അധികാരം സ്ഥാപിച്ചപ്പോഴാണ് ഈ ഏനാദികൾ പുറത്തു നിന്നുള്ള വെല്ലുവിളികൾ ആദ്യമായിട്ട് നേരിട്ട് തുടങ്ങിയത്. അപ്പോഴാവണം ഇവർ കൂടുതൽ വനവാസികളായിട്ട് മാറിയത് എന്ന് കരുതപ്പെടുന്നു. മുമ്പ് പറഞ്ഞ ചെഞ്ചു വർഗ്ഗക്കാർ, അതായത് ഈ ചെഞ്ചു വർഗ്ഗക്കാരിൽ നിന്നാണ് നമ്മുടെ ഈ ഏനാദികൾ ഉണ്ടായത് എന്നല്ലേ പറയപ്പെടുന്നത്. ആ ചെഞ്ചു വർഗ്ഗക്കാർ ഉൾക്കാടുകളിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഏനാദികൾ കാടും നാടും ചേരുന്ന ബഫർ സോണുകളിലാണ് കൂടുതലും വേട്ടയാടി
വേട്ട നടത്തി കഴിഞ്ഞുകൂടിയിരുന്നത്. ഇവരിൽ നാടുമായിട്ട് ബന്ധമുള്ളവരും നാടുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാതെ ജീവിക്കുന്നവരും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ കാട്ടിൽ തന്നെ പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ വേട്ടയാടി നടന്നിരുന്ന ഒരു സംഘത്തെ ആവണം നമ്മുടെ ല്യൂസനും കൂട്ടരും അന്ന് കണ്ടിട്ടുണ്ടാവുക. ഈ ല്യൂസണിന്റെ വിവരണങ്ങളിൽ നിന്നും ഇവര് പാവങ്ങളും സമാധാനപ്രിയരും എളുപ്പത്തിൽ പറ്റിക്കാനായിട്ട് സാധിക്കുന്ന അത്ര സാധുക്കളുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ സമയം ശ്രീഹരിക്കോട്ടയിൽ മാറി മാറി വന്ന അധികാര ശക്തികളുടെ ഇടപെടൽ കാരണം ഇവരുടെ സാന്നിധ്യം കാലക്രമേണ കുറഞ്ഞു വരികയായിരുന്നു. ആദ്യം ആർക്കോട്ട് നവാബുമാരും പിന്നീട് ബ്രിട്ടീഷുകാരും എത്തിയതോടെ സംഘടിത ശക്തികളോട് പടപൊരുതി നിൽക്കുവാനായിട്ട് ശേഷിയില്ലായിരുന്ന ഏനാദികൾ ശ്രീഹരിക്കോട്ട പോലുള്ള തീരങ്ങൾ വിട്ടിട്ട് പൂർവ്വഘട്ട വനമേഖലകളിലേക്ക് കുടിയേറി. എങ്കിലും 1970 ശ്രീഹരിക്കോട്ടയിലെ ISRO എത്തുന്നത് വരെയും അവിടെ ഏനാദികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ കാടുകളിലും കുന്നുകളിലും ജീവിച്ചിരുന്നവരുടെ അവസ്ഥയും അത്ര നല്ലതൊന്നുമായിരുന്നില്ല. നല്ല കാടുകളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ടുള്ള നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് സ്ഥാപിതമായതോടെ ഏനാദികൾ അനാദികാലം മുതൽ വേട്ടയാടി നടന്നിരുന്ന കാടുകളിൽ അവർ അന്യരായി മാറി. അതുകൊണ്ട് തന്നെ കാടുകൾക്ക് പുറത്ത് ഒട്ടും അനുയോജ്യമല്ലാത്ത വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ഏനാദികൾ ഇന്ന് ജീവിക്കുന്നത്. ഏതാണ്ട് 4-5 ലക്ഷത്തോളം ഏനാദികളാണ് ഇന്ന് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നത്. മീൻപിടുത്തവും എലിപിടുത്തവും പിന്നെ തോട്ടം കന്നുകാലി നോക്കൽ പറ്റുമുങ്കലൊക്കെ വേട്ടയാടൽ ഇതൊക്കെ തന്നെയാണ് ഇന്നും ഇവരുടെ ജീവിത മാർഗങ്ങൾ. നെല്ലൂര്, ചിറ്റൂര്, പ്രകാശം ജില്ലകളിലാണ് ഇവർ കൂടുതലും ജീവിച്ചു വരുന്നത്. ഇത്തരം ട്രൈബുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഓസ്ട്രിയൻ എത്നോളജിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റോഫ് ഹൈമൻഡോഫ് അദ്ദേഹം എഴുതിയ ദ ചെഞ്ചൂസ് എന്ന ബുക്കും പിന്നെ ട്രൈബ്സ് ഓഫ് ഇന്ത്യ ദ സ്ട്രഗിൾ ഫോർ സർവൈവൽ എന്ന ബുക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നമുക്ക് ല്യൂസൺ സാഹിബിന്റെയും ഗൂഗിളിന്റെയും അരിയിലേക്ക് മടങ്ങി വരാം. അങ്ങനെ ചുറ്റുകൊണ്ട വനങ്ങളിൽ നിന്നും ല്യൂസൺ കണ്ടെത്തിയ ഗൂഗുലു എന്ന ഏനാദി വേട്ടക്കാരൻ ല്യൂസൺ ഇന്ത്യയിൽ നിന്ന് മടങ്ങും വരെയും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ല്യൂസൺ ഈ ഗൂഗുലുവിനെ കുറിച്ചും നാട്ടുകാരനായിട്ടുള്ള വേട്ടക്കാരനായിട്ടുള്ള ചിന്നയെക്കുറിച്ചും ഒക്കെ വലിയ മതിപ്പോടെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇന്ത്യൻ വേട്ടക്കാരെ കുറിച്ചിട്ട് കൂട്ടുകാരോട് സംസാരിച്ച ശേഷം ല്യൂസൺ കിടന്നുറങ്ങി. അദ്ദേഹം ഇപ്പോഴുള്ളത് 1840 തെലങ്കാനയിലെ മൽക്കാപൂർ എന്ന ഗ്രാമത്തിലാണ്. ഗൂഗുലുവിന്റെ കഥ കേട്ടിട്ട് നമ്മൾ ശരിക്കും എന്തിന്റെ പുറകെ ആയിരുന്നു എന്ന് ഇപ്പോൾ പലരും മറന്നിട്ടുണ്ടാവണം. മൽക്കാപൂരിൽ നിന്നും 6.5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബാട്ടസിംഗാരം എന്ന ഗ്രാമത്തിൽ ഒരു നരഭോജി കടുവ ഇറങ്ങുകയും അത് വെള്ളമെടുക്കാനായിട്ട് പോയ ഒരു സ്ത്രീയെ ഉൾപ്പെടെ ഒട്ടനവധി ആളുകളെ കൊന്ന് ഭക്ഷണമാക്കുകയും ചെയ്തു എന്ന് കേട്ട് ല്യൂസൺ അങ്ങോട്ടേക്ക് പോവുകയും നരഭോജിയുടെ മട കണ്ടെത്തുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ കാടിളക്കി അവനെ പിടികൂടുവാനായിട്ട് അവർ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ തിരികെ മൽക്കാപൂരിൽ എത്തിയ രാത്രിയിലാണ് തനിക്ക് ഗൂഗുലുവിനെ എങ്ങനെയാണ് കിട്ടിയത് എന്ന കഥ ല്യൂസൺ തന്റെ കൂട്ടുകാരോട് പറയുന്നത്. അടുത്ത ദിവസം അതിരാവിലെ ചിന്നയ്യ ബാട്ടസിംഗാരത്തിൽ നിന്നുള്ള പുതിയ വാർത്തയുമായിട്ട് എത്തിച്ചേർന്നു. ല്യൂസണും കൂട്ടരും അവിടെ നിന്ന് മടങ്ങിയ അതേ ദിവസം വൈകുന്നേരം നരഭോജിയെ ഗ്രാമത്തിനടുത്തുള്ള സ്ഥലങ്ങളിൽ ആളുകൾ കണ്ടതായി പറഞ്ഞു എന്നാണ് ചിന്നയ്യ അറിയിച്ചത്. ല്യൂസൺ ഉടൻ തന്നെ അന്നാട്ടുകാരായിട്ടുള്ള ശിക്കാരികളായിട്ടുള്ള കിസ്തിമ, വീരപ്പ എന്നിവരെ തന്റെ ഹെഡ് ശിക്കാരിയായിട്ടുള്ള ചിന്നയോടൊപ്പം തോക്കുകളുമായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ഇപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ സത്യാവസ്ഥ അറിയുവാനും കടുവയുടെ നീക്കങ്ങൾ നോക്കി മനസ്സിലാക്കിയെടുക്കുവാനും വേണ്ടിയിട്ടാണ് അവരെ മുന്നേ തന്നെ അയച്ചത്. എന്തെങ്കിലും സംഭവിച്ചാൽ ചിന്നയ്യ നോക്കിക്കൊള്ളുമെന്ന് ല്യൂസന് നല്ല ഉറപ്പുണ്ടായിരുന്നു. കൂടാതെ ല്യൂസൺ ബാട്ടസിംഗാരം ഗ്രാമത്തിൽ എത്തിച്ചേർന്നാൽ എവിടെ വെച്ചാണ് തമ്മിൽ കാണുന്നതെന്നും അവർ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. ചിന്നയും സംഘം പോയ ശേഷം ല്യൂസൺ അതിവേഗതയിൽ കുളിച്ചൊരുങ്ങി തന്റെ കൂട്ടുകാർ ഉറക്കം ഉണരുന്നതിന് മുമ്പ് തന്നെ കുതിരപ്പുറത്തേറി ബാട്ടസിംഗാരം ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് സന്ധിക്കാമെന്നാണ് ചിന്നയോട് ല്യൂസൺ പറഞ്ഞിരുന്നത്. ശേഷം അവിടെ നിന്നും ഒരു ഗ്രാമീണനെയും കൂട്ടി തലേ ദിവസം അവർ കടുവയെ കണ്ടുവെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അവിടെ ഗ്രാമീണരെ കാണിച്ചു കൊടുത്ത പക് മാർക്കുകൾ നമ്മുടെ നരഭോജിയുടെ തന്നെയാണ് എന്ന് ല്യൂസന് മനസ്സിലായി. അതിനുശേഷം കുതിരയെ ആ ഗ്രാമീണന്റെ കയ്യിൽ തന്നെ തിരികെ കൊടുത്തയച്ചു. ഇത് കഴിഞ്ഞിട്ട് ചിന്നയെ ഉൾപ്പെടെയുള്ള തന്റെ വേട്ടസംഘത്തെയും കൂട്ടി കടുവയുടെ ട്രാക്കുകൾ പിന്തുടരുവാൻ തന്നെ ല്യൂസൻ തീരുമാനിച്ചു. മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന നല്ല ഒരു മലയിടുക്കിലേക്കാണ് അവൻ കയറിപ്പോയിരിക്കുന്നത്. അതിലൂടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. ഇപ്പോഴത് വറ്റി വരണ്ടാണ് കിടക്കുന്നത്. എന്നാൽ ചെളി നിറഞ്ഞ ആ പ്രദേശത്ത് നരഭോജിയുടെ ട്രാക്കുകൾ കണ്ടെത്തുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവൻ അതുവഴി തലങ്കും വിലങ്കും സഞ്ചരിച്ചതുകൊണ്ട് തന്നെ പക്മാർക്കുകൾ ഓവർലാപ്പ് ചെയ്താണ് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ല്യൂസൺ സംഘത്തെ രണ്ടായിട്ട് വിഭജിച്ചു. അതിനുശേഷം 2 വ്യത്യസ്ത തരം ട്രാക്കുകൾ പിന്തുടരുവാനായിട്ട് അവരോട് നിർദ്ദേശിച്ചു. എന്നാൽ 2 സംഘങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് വന്നു ചേർന്നത്. ഇത്തരം സർക്കുലർ ട്രാക്കുകളിലൂടെ കടുവകൾ സഞ്ചരിക്കുന്നത് പതിവാണ്. എന്നാൽ തിരികെ വന്ന 2 സംഘങ്ങളിലും ഗൂഗുലും ഉണ്ടായിരുന്നില്ല. അവൻ എന്തോ കണ്ടെത്തി അതിൻ്റെ പുറകെ പോയി കാണാനാണ് സാധ്യത. പെട്ടെന്ന് വളരെ പതുങ്ങിയ ശബ്ദത്തിൽ ഒരു കൂവല് കാട്ടിൽ നിന്നും കേട്ടു. ഗൂഗുലു സാധാരണ ല്യൂസന് കൊടുക്കുന്ന സിഗ്നൽ ശബ്ദമാണ് അത്.
ഉടൻ തന്നെ ലൂസനും സംഘവും ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വരണ്ടുണങ്ങിയ അരുവിയുടെ ഒരു ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കുഴിയുടെ തീരത്ത് പതുങ്ങി നിൽക്കുന്ന ഗൂഗുലുവിൻ്റെ അരികിൽ അവരെത്തിച്ചേർന്നു. അവിടെ കടുവയുടെ ഫ്രഷ് പഗ് മാർക്കുകൾ വ്യക്തമായി തന്നെ കാണാമായിരുന്നു. അവൻ വെള്ളം കുടിക്കുവാനായിട്ട് വന്നു പോയിട്ട് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അവൻ്റെ കാൽപ്പാടുകളിൽ ഇപ്പോഴും വെള്ളത്തുള്ളികൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. വെള്ളം കുടിച്ച ശേഷം കടുവ മരങ്ങളും വള്ളികളും ഇടതൂർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്തേക്കാണ് കയറിപ്പോയിട്ടുള്ളത്. മഴവും കോടാലിയും ഉപയോഗിക്കാതെ ലൂസനും സംഘത്തിനും അതുവഴി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇനിയും അതുവഴി അവനെ പിന്തുടർന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ലൂസൻ ഉടൻ തന്നെ ചിന്നയ്യോടും ഗൂഗിളിനോടും ക്രിസ്തുമയോടും കറുപ്പയോടും കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതേ സമയം ഉൾക്കാട്ടിൽ നിന്നും കുരങ്ങന്മാർ പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. കടുവയുടെ സാന്നിധ്യത്തിലാണ് അവറ്റകൾ ഈ രീതിയിൽ ഒച്ചയിടുന്നത്. നേരം ഏതാണ്ട് ഉച്ചയായിട്ടുണ്ട്. കടുവകൾ സാധാരണ ഈ സമയങ്ങളിൽ തണലുള്ള ഇത്തരം നിബിഡ വനപ്രദേശങ്ങളിലാണ് വിശ്രമിക്കുക. പക്ഷേ ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അരികിൽ എത്തിച്ചേരുവാനായിട്ട് യാതൊരു മാർഗവും ഇല്ലാത്തതിനാൽ ഇപ്പോൾ അവനെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോഴാണ് താൻ മുമ്പ് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം ക്രിസ്തിമ ലൂസനോട് പറഞ്ഞത്. ഇതിനടുത്തുള്ള വഴിയിൽ ഒരു വളവിൽ വെച്ചിട്ടാണ് ഈ അടുത്ത കാലത്ത് ഈ കടുവ 2 തപാൽ ജീവനക്കാരെ പിടികൂടിയത്. അന്ന് അവിടെ എത്തിയ ക്രിസ്തിമ നരഭോജിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് എത്തിയത് ഇതേ വനത്തിൽ തന്നെയാണ്. ചുരുക്കത്തിൽ ഇവിടെ നിന്നുമാണ് അടുത്തുള്ള വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളെ പിടികൂടുവാൻ വേണ്ടിയിട്ട് കടുവ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ നിബിഡ വനത്തിനുള്ളിൽ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ പുറത്തെ തെളിഞ്ഞ വഴിയിൽ വെച്ച് നമുക്കവനെ പിടികൂടുവാൻ സാധിക്കും. അപ്പുറത്തെ മലയുടെ ചെരുവിലുള്ള വഴികളിൽ പതുങ്ങിയിരുന്നാൽ ഇവൻ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ കടുവയെ അവിടെ വരുത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ക്രിസ്തിമ പറഞ്ഞു വരുന്നത് ഇതാണ്. ഒരു തപാൽ ജീവനക്കാരനെ പോലെ മണി കിലുക്കിക്കൊണ്ട് ലൂസൻ ആ വഴിയിലൂടെ സഞ്ചരിക്കണം. ശബ്ദം കേട്ട് കടുവ അവിടെ എത്തുകയും സായിപ്പിൻ്റെ മുന്നിൽ വന്ന് പിടുകയും ചെയ്യും. ഒരു മറ പോലും ഇല്ലാതെ നേർക്ക് നേരെ കിട്ടിക്കഴിഞ്ഞാൽ ലൂസൻ സായിപ്പിന് ഉന്നം തെറ്റില്ല എന്ന് ക്രിസ്തുമയ്ക്ക് ഉറപ്പാണ്. നമ്മൾ വളരെ കാലം മുമ്പ് ചെയ്ത ഒറ്റക്കണ്ണൻ നരഭോജി എന്ന വീഡിയോയിൽ ബിഗ് ഗെയിം ഹണ്ടറായിരുന്ന മെർവിൻ സ്മിത്ത് ഇതേ തന്ത്രം തന്നെ പയറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹെൻറി ഓസ്ബറി ലൂസന്റെ കാലം കഴിഞ്ഞ് ഏതാണ്ട് 50 വർഷങ്ങൾക്ക് ശേഷമാണ് മെർവിൻ സ്മിത്ത് ഇന്ത്യയിലെ വേട്ടകൾ നടത്തിയിരുന്നത്. 1904 സ്പോർട്ട് ആൻഡ് അഡ്വഞ്ചർ ഇൻ ദ ഇന്ത്യൻ ജംഗിൾ എന്ന ബുക്ക് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. തീർച്ചയായും തപാൽ ജീവനക്കാരനായിട്ട് വേഷം കെട്ടാനുള്ള ആശയം സ്മിത്തിന് ലഭിച്ചത് ലൂസന്റെ ബുക്കിൽ നിന്ന്, അതിനു മുമ്പ് ഈ ഒരു അടവ് പയറ്റിയ ലൂസന്റെ ബുക്കിൽ നിന്ന് തന്നെ ആവാനാണ് സാധ്യത. എന്നാൽ സ്മിത്ത് ആ ഉദ്യമത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പീർബക്ഷ് അല്ലെങ്കിൽ പിയർബക്സ് എന്ന കൊലയാനയുടെ ചരിത്രവും കഥയും മെർവിൻ സ്മിത്തിന്റെ സ്പോർട്ട് ആൻഡ് അഡ്വഞ്ചർ ഇൻ ദ ഇന്ത്യൻ ജംഗിൾ എന്ന ബുക്കിൽ തന്നെയാണ് ഉള്ളത്. ആ 2 വീഡിയോകളുടെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒട്ടനവധി ആളുകൾ പിന്നീട് പരീക്ഷിച്ച് പരാജയപ്പെട്ട പൂർണ്ണമായും അപകടം നിറഞ്ഞൊരു പദ്ധതിയാണ് ക്രിസ്തിമ ഇപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ സായിപ്പിനെ ഏൽപ്പിക്കാതെ ക്രിസ്തിമയ്ക്ക് ഇതങ്ങ് ചെയ്തുകൂടെ എന്നൊരു ചോദ്യം ഇവിടെ ഉദിക്കുന്നതേയില്ല. ബ്രിട്ടീഷ് ഭരണമാണ്, സായിപ്പാണ് യജമാനൻ. ലൂസനെ സംരക്ഷിക്കുവാനും അദ്ദേഹത്തിന് ഇതുപോലുള്ള വേട്ടകളെ തരപ്പെടുത്തി കൊടുക്കുവാനുമായിട്ടാണ് അദ്ദേഹം കൂടെ ആളെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലൂസൻ തന്നെ തപാൽ ജീവനക്കാരനായിട്ട് വേഷം കെട്ടണമെന്ന് ക്രിസ്തിമ നിർദ്ദേശിക്കുന്നത്. വൈകുന്നേരം വെയിലാറിയ ശേഷം കടുവ പുറത്തിറങ്ങുന്ന സമയം നോക്കി വേണം ലൂസൻ മുമ്പ് പറഞ്ഞ വഴിയിലൂടെ വരുവാനായിട്ട്. എന്നാൽ പദ്ധതി കേട്ടതോടെ ലൂസന്റെ വേട്ട സംഘത്തിലെ ഭൂരിഭാഗം പേരും അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. വർഷങ്ങളായി കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ ലൂസനോട് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളുകളായിരുന്നു അതിലേറെയും ഉണ്ടായിരുന്നത്. എന്നാൽ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച ഹെഡ് ശിക്കാരി ചിന്നയും പിന്നെ കറുപ്പയും വേറെ 1-2 പേരും ഇതിനെ അനുകൂലിക്കുകയാണ് ഉണ്ടായത്. ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഗൂഗിളിന് ഒരു പക്ഷേ ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ചിന്നയ്യ പദ്ധതി അംഗീകരിച്ചതോടെ ലൂസന്റെ മുമ്പേ പോസ്റ്റ് റണ്ണറായിട്ട് താൻ പോകാമെന്നും ക്രിസ്തിമ ഏറ്റു. എന്നാൽ ക്രിസ്തിമ വരുന്നതിനോട് ലൂസന് യോജിപ്പുണ്ടായിരുന്നില്ല. 2 പേരുണ്ടെങ്കിൽ കടുവയുടെ ശ്രദ്ധ മാറുകയോ അത് വരാതിരിക്കുകയോ ചെയ്യും. കൂടാതെ അവനെ ഒറ്റയ്ക്ക് തന്നെ കിട്ടുകയും വേണം. ക്രിസ്തിമ കൂടെ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ ജീവൻ കൂടി ലൂസന് നോക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കടുവയെ ഒരുപക്ഷെ കൊല്ലുവാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ താൻ ഒറ്റയ്ക്ക് പൊയ്ക്കൊള്ളാമെന്ന് ലൂസൻ തൻ്റെ വേട്ടക്കാരോട് പറഞ്ഞു. ശേഷം അവരെല്ലാം ബാട്ടസിംഗാരം ഗ്രാമത്തിലേക്ക് മടങ്ങി. അവിടെ ചെന്ന ശേഷം ഗ്രാമത്തലവന്റെ കയ്യിൽ നിന്നും തപാൽ ജീവനക്കാർ കൊണ്ടു നടക്കുന്ന മണി ഇദ്ദേഹം വാങ്ങിക്കുകയും ചെയ്തു. ലൂസൻ നടക്കുമ്പോഴും ആ മണി കിളിങ്ങിക്കൊണ്ടിരിക്കണം. അത് കേട്ടിട്ടാണല്ലോ നരഭോജി കാട്ടിൽ നിന്നും ഈ വഴിയിലേക്ക് വരുന്നത്. അതായത് ഈ നരഭോജിയെ പിടികൂടുന്ന സമയം ലൂസൻ ഈ മണി അരയിൽ കെട്ടിട്ടാണ് നടക്കുക. ഇതിനുശേഷം വെസ്ലി റിച്ചാർഡ്സിന്റെ ഒരു ഷോർട്ട് ഡബിൾ ബാരൽ റൈഫിൾ കയ്യിലെടുത്തു. കൂടാതെ അരയിൽ ഒരു കഠാരയും ഒരു പിസ്റ്റളും തിരികെ വെക്കുകയും ചെയ്തു. പിന്നീട് 1 മൈൽ ദൂരത്തോളം ഗ്രാമവാസികളും ലൂസന്റെ വേട്ട സംഘവും അദ്ദേഹത്തെ അനുഗമിച്ചു. മറ്റുള്ളവരോട് അവിടെ തന്നെ നിൽക്കുവാനായിട്ട് പറഞ്ഞ ശേഷം ചിന്നയ്യ, ക്രിസ്തിമ, ഗൂഗുലു എന്നിവരെ മാത്രം കൂട്ടിയിട്ട് ലൂസൻ മുന്നോട്ടേക്ക് നടന്നു. റോഡിൻ്റെ ഒരു വശം താഴ്ന്നാണ് കിടക്കുന്നത്.
താഴെ മുമ്പ് കണ്ട ഉണങ്ങിയ ആ അരുവിയാണ് ഉള്ളത്. അതിന് തീരത്തുള്ള വനത്തിലാണ് കടുവ ഇപ്പോഴുള്ളത്. അവിടെ നിന്നാണ് മണികിലുക്കം കേട്ടിട്ട് അവൻ വഴിയിലേക്ക് കയറി വരുന്നത്. വഴിയുടെ മറുഭാഗത്ത് ചെറിയ കുന്നുകളാണുള്ളത്. കുറച്ച് ദൂരം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ചേറെ കുറ്റിച്ചെടികൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കിസ്തിമ ല്യൂസന് കാട്ടിക്കൊടുത്തു. ഇവിടെയാണ് കടുവ സാധാരണ പതുങ്ങിയിരിക്കാറ്. അവിടെ അപ്പോഴും അവൻ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു വന്ന കാൽപ്പാടുകൾ തെളിഞ്ഞു തന്നെ കിടപ്പുണ്ടായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു പാറയുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നാണ് അവൻ തപാൽ ജീവനക്കാരുടെ മുകളിലേക്ക് എടുത്ത് ചാടുന്നത്. ല്യൂസൻ മുകളിലേക്ക് നോക്കി. ആകാശത്ത് ഒരൊറ്റ മേഘം പോലുമില്ല. സൂര്യൻ ഇപ്പോഴും നിന്ന് കത്തുകയാണ്. മരത്തിൻ്റെ ഇലകളെല്ലാം നിശ്ചലമാണ്. ഒരു ചെറു കാറ്റ് പോലും വീശുന്നില്ല. അസഹനീയമായ ചൂട്. സൂര്യൻ പടിഞ്ഞാറ് താണു തുടങ്ങിയാൽ മാത്രമേ അവൻ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. സ്ഥലവും മറ്റും വിശദമായിട്ട് കണ്ട ശേഷം ല്യൂസൻ പുറകിൽ തൻ്റെ ഗ്യാങ്ങിലെ മറ്റുള്ളവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങി. ല്യൂസൻ ചെന്ന ആ ഒരു സമയത്ത് അവരെല്ലാം തണലൊക്കെ നോക്കിയിട്ട് മരത്തിൻ്റെ കീഴെയൊക്കെ പറ്റിയിരിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. സന്ധ്യയാവാനായിട്ട് ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ല്യൂസൻ നല്ല തണലുള്ള പറ്റിയൊരു സ്ഥലം കണ്ടെത്തി ഒന്ന് കിടന്നുറങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. ചിന്നയ്യ കാവൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയക്കേണ്ട കാര്യമില്ല. മയിലുകളുടെയും കാട്ടുകോഴികളുടെയും ശബ്ദം അകമ്പടിയായി കാട്ടിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു കാറ്റ് വീശിയതോടെ ല്യൂസൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അങ്ങനെ 2-3 മണിക്കൂറുകൾ ല്യൂസൻ സുഖമായി തന്നെ ഉറങ്ങി. വെയിൽ തെല്ലൊന്ന് ചമച്ചതോടെ അദ്ദേഹം ഉറക്കം വിട്ട് എഴുന്നേൽക്കുകയും ശേഷം ഒന്ന് ചാടുകയും നടക്കുകയും ചെയ്ത് ഫ്രഷായിട്ട് വേട്ടയ്ക്ക് തയ്യാറായി. തോക്കും മറ്റ് ആയുധങ്ങളും ഒന്നുകൂടി പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തിയ ശേഷം തൻ്റെ സംഘത്തിലുള്ളവരെ അദ്ദേഹം വിളിച്ചു ചേർത്തു. വെടിശബ്ദം കേൾക്കാതെ ആരും അങ്ങോട്ടേക്ക് വരുവാൻ പാടില്ല. എന്നാൽ കേട്ടാൽ ആ നിമിഷം അവിടെ എത്തിയിരിക്കണം. ശബ്ദം കേട്ടില്ലെങ്കിൽ താൻ മടങ്ങി വരുന്നത് വരെയും ശബ്ദമുണ്ടാക്കാതെ ഇവിടെ തന്നെ പതുങ്ങിയിരിക്കുകയും വേണം. പിന്നീട് ചിന്നയ്യ, കിസ്തിമ, ഗൂഗുലു എന്നിവരെ കൂട്ടിയിട്ട് അദ്ദേഹം മുന്നോട്ടേക്ക് നടന്നു. അവർ 3 പേരുടെയും കൈവശം ല്യൂസന്റെ സ്പെയർ ഗണ്ണുകളാണ് ഉണ്ടായിരുന്നത്. ആവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടെ കൊണ്ടു നടക്കുന്നത്. കടുവയെ സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലം അടുക്കാറായി കഴിഞ്ഞപ്പോഴേക്കും ല്യൂസൻ അവർ 3 പേരോടും അവിടെയുള്ള മരങ്ങളിൽ കയറിയിരിക്കുവാനായിട്ട് നിർദ്ദേശിച്ചു. കടുവ തൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ടോടി വന്നാൽ ഇവർ വേണം അവനെ കൈകാര്യം ചെയ്യുവാനായിട്ട്. എന്നാൽ കിസ്തിമ താൻ ഒരിക്കൽ കൂടി വീണ്ടും വരാമെന്ന് ഈ ല്യൂസനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. കടുവ ഒരിക്കലും മുന്നിൽ നിന്നും ആക്രമിക്കില്ല. പുറകു ഭാഗത്തൂടെയാണ് അവൻ വരിക. അതുകൊണ്ട് തന്നെ കിസ്തിമ മുന്നേ നടന്നാൽ കിസ്തിമയുടെ പുറകെ വരുന്ന കടുവയെ ല്യൂസന് എളുപ്പം വെടിവെക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ കിസ്തിമ കൂടെ വരുവാനായിട്ട് ല്യൂസൻ വീണ്ടും അനുവദിച്ചില്ല. 2 പേരുടെ കാലൊച്ചകൾ മൃഗത്തെ ഭയപ്പെടുത്തും. കൂടാതെ തനിക്ക് അബദ്ധം പറ്റിയാൽ കിസ്തിമയുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യും. കൂടെയുള്ളവരുടെ ജീവൻ കൂടി സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന് കരുതിയിരുന്ന ഒരു വേട്ടക്കാരനായിരുന്നു ഈ ല്യൂസൻ. അപ്പോൾ സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായിട്ടുണ്ടായിരുന്നു. നേരിയ വെളിച്ചം മാത്രമാണ് വഴിയിലുള്ളത്. ല്യൂസൻ ആ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. അരയിലെ മണി ഇപ്പോൾ നല്ല ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. താഴെ കാട്ടിലെ തണലിൽ വിശ്രമിക്കുന്ന നരഭോജി ഇത് കേട്ട് ഉണർന്നിട്ടുണ്ടാവണം. വെയിലാറിയെങ്കിലും ഉഷ്ണം അതിഭീകരം തന്നെയാണ്. ചൂട് കാരണം തലയിൽ നിന്നും കണ്ണിലേക്കിറങ്ങിയ വിയർപ്പ് കണങ്ങൾ അദ്ദേഹം കൈകൊണ്ട് വടിച്ചു കളഞ്ഞു. അവസാനം കടുവ അനേകം ആളുകളെ വകവരുത്തിയ ആ പാറയുടെ അരികിൽ അദ്ദേഹം എത്തിച്ചേർന്നു. കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ ഒരുപക്ഷെ തന്നെ ഇപ്പോൾ നോക്കുന്നുണ്ടാവാം. ല്യൂസൻ ഒന്ന് നിന്ന് കാതു കൂർപ്പിച്ചു. ബുൾബുൾ പക്ഷികളുടെ ശബ്ദം മാത്രമാണ് കേൾക്കുവാൻ സാധിക്കുന്നത്. അതും കാട്ടുപ്രാവുകളുടെ ശബ്ദവും ആ സമയം ഒരു ശല്യമായി തന്നെ അദ്ദേഹത്തിന് തോന്നി. വഴിയിൽ ഒരിടത്ത് ഒരു നീർച്ചാലുണ്ടായിരുന്നു. അതിനടുത്തു നിന്നും ഒരു കുറുക്കൻ ഓടി മറിയുന്നത് ല്യൂസൻ കണ്ടു. അദ്ദേഹം അവിടെ നിന്നില്ല. വീണ്ടും അടുത്ത വളവ് കഴിഞ്ഞു. പെട്ടെന്ന് പക്ഷികളുടെ ശബ്ദം നിലച്ചു. ല്യൂസൻ തൻ്റെ കാത് കൂർപ്പിച്ചു. ഉണക്ക ഇലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം അദ്ദേഹം വ്യക്തമായി തന്നെ കേട്ടു. ഭാരമുള്ള എന്തോ ഒന്ന് ഇലകളുടെ മുകളിലൂടെ അടുത്തേക്ക് നീങ്ങി വരുന്നുണ്ട്. അവൻ എത്തിക്കഴിഞ്ഞു. ല്യൂസൻ ഒന്ന് നിന്ന ശേഷം ശബ്ദം കേട്ട വശത്തേക്ക് മുഖാമുഖം തിരിഞ്ഞു നിന്നു. അപ്പുറത്തെ കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ അവൻ മറിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ല്യൂസൻ അവന് മുഖാമുഖമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത നിമിഷം കുറ്റിക്കാടിനും അപ്പുറമുള്ള ആനപ്പുല്ലുകൾ ഒരു വശത്തേക്ക് മാറുന്നത് ല്യൂസൻ ശ്രദ്ധിച്ചു. അവൻ ചാടുവാൻ തയ്യാറെടുക്കുകയാണ്. കൂടി വന്നാൽ 10-12 ചൂടുകൾ അകലെ മാത്രമാണ് അവൻ ഇപ്പോഴുള്ളത്. ഒറ്റച്ചാട്ടത്തിന് ല്യൂസന്റെ കഴുത്തിൽ പിടിമുറുക്കാനുള്ള ദൂരം കണക്കാക്കിയിട്ടാണ് അവൻ നിൽക്കുന്നത്. പരിചയസമ്പന്നനായ ആ ശിക്കാരി ഉടൻ തന്നെ 3-4 ചുവടുകൾ പുറകിലേക്ക് വെച്ചു. കടുവയുടെ കണക്ക് കൂട്ടൽ തെറ്റിക്കുക, അവൻ്റെ വ്യക്തമായ രൂപം തടസ്സമില്ലാതെ മുന്നിൽ കാണുക, ഇതായിരുന്നു ലക്ഷ്യം. ആ നീക്കം ല്യൂസന്റെ ജീവൻ രക്ഷിച്ചു എന്ന് തന്നെ പറയാം. അടുത്ത സെക്കൻഡിൽ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും അവൻ സ്പ്രിങ് ചാടുന്നത് പോലെ വഴിയിലേക്ക് എടുത്തു ചാടി. ല്യൂസൻ 1 സെക്കൻഡ് മുമ്പ് നിന്നിരുന്ന സ്ഥലത്താണ് വഴിയിൽ കടുവ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വേട്ടക്കാരൻ ഈ 1 സെക്കൻഡിൽ വെടിയുതിർത്തിരിക്കണം, അല്ലെങ്കിൽ കഥ പറയുവാനായിട്ട് അയാൾ ജീവനോടെ ഉണ്ടാവില്ല. എന്നാൽ അക്കാലത്തെ ഏറ്റവും നല്ല ശിക്കാരികളിൽ ഒരാളായിരുന്ന ഹെൻറി ഓസ്ബറി ല്യൂസന്റെ ഉന്നം തെറ്റിയില്ല. വെടിയുണ്ട കടുവയുടെ കഴുത്തിലൂടെ അകത്ത് കടന്ന് ഹൃദയത്തിലാണ് യാത്ര അവസാനിപ്പിച്ചത്. തോക്കിൽ നിന്ന് പുകയും വഴിയിൽ കിടന്ന് പിടിക്കുന്ന കടുവയുടെ അലർച്ചയും പിന്നീട് അവിടെ ഉണ്ടായ പൊടിപടലങ്ങളും എല്ലാം കൂടി ആകെ ബഹളമയമായിരുന്നു അപ്പോഴത്തെ അവസ്ഥ.
പുകയുടെയും പൊടിയുടെയും ഇടയിലൂടെ മുന്നോട്ട് നീങ്ങിയ ല്യൂസൺ തൻ്റെ ഡബിൾ ബാരലിലെ രണ്ടാമത്തെ വെടികൂടി ഉതിർത്ത് കടുവയുടെ പിടച്ചിൽ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. ഫൈനലി ദ മാൻ ഈറ്റർ ഓഫ് ബോട്ടസിംഗാരം ഈസ് ഡെഡ്. ല്യൂസൺ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ മാൻ ഈറ്റർ വാസ് ഡെഡ് ആൻഡ് ഹിസ് വിക്ടിംസ് അവൻസ്ഡ്. വെടിശബ്ദം കേട്ടതോടെ ല്യൂസന്റെ സിക്കാർ ഗ്യാങ് ആർപ്പ് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി. കിസ്തിമ വന്ന് കൊല്ലപ്പെട്ടത് നരഭോജി തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ആ കടുവയുടെ രോമങ്ങൾ പൂർണ്ണമായും കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ തൊലി ഉരിച്ചെടുക്കണ്ട എന്ന് ല്യൂസൺ ആളുകളോട് പറഞ്ഞു. ശേഷം ചിന്നയ്യ കടുവയുടെ വലത്തെ കാൽപാദം മഴുകൊണ്ട് വെട്ടിയെടുക്കുകയും അതുമായിട്ട് ബാട്ടസിംഗാരം ഗ്രാമത്തിലേക്ക് പോയിട്ട് നരഭോജി വധിക്കപ്പെട്ട വാർത്ത അവരെ അറിയിക്കുകയും ചെയ്തു. അവിടെ നിന്നും ഈ കടുവയുടെ ശരീരം തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കാളവണ്ടിയുമായിട്ടാണ് ചിന്നയ്യ തിരികെ എത്തിയത്. കടുവയുടെ മണമടിച്ചതോടെ വിരണ്ടുപോയ കാളുകൾ വണ്ടിയിൽ നിന്നും കയറ് പൊട്ടി ചോടുവാൻ ശ്രമം വരെ നടത്തി. അവസാനം ചാട്ടവാർ പ്രയോഗം നടത്തിയാണ് അവറ്റകളെ നിലയ്ക്ക് നിർത്തിയത്. ഗ്രാമത്തിൽ അത്യുജ്വലമായിട്ടുള്ള സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത്. സാധാരണ പുറത്തിറങ്ങി വരാൻ കൂട്ടാക്കാത്ത പെണ്ണുങ്ങൾ പുറത്തിറങ്ങുകയും ല്യൂസണിന് മുന്നിൽ നൃത്തം വയ്ക്കുകയും ചെയ്തു. പ്രായമുള്ള സ്ത്രീകൾ ല്യൂസനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ വട്ടം കൂടി. അതോടുകൂടി ചിന്നയ്ക്കും മറ്റും ആളുകളെ ബലം പ്രയോഗിച്ചിട്ട് ല്യൂസന്റെ അരികിൽ നിന്ന് മാറ്റേണ്ടി വന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്കെല്ലാം കടുവയുടെ ശരീരം വഹിച്ചുകൊണ്ടുള്ള കാളവണ്ടി യാത്ര പോയിക്കൊണ്ടേയിരുന്നു. ല്യൂസൺ സാഹിബിന്റെ സിക്കാർ ഗായിങ്ങാണ് ഏറ്റവും മുന്നിൽ നടന്നിരുന്നത്. തൊട്ടുപുറകെ ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് സ്ത്രീകളും അതിനും പുറകിലായിട്ട് പന്തങ്ങൾ കത്തിച്ചും തോക്കുകൾ മുകളിലേക്ക് പൊട്ടിച്ചും ഗ്രാമങ്ങളിലെ ആണുങ്ങളും നീങ്ങുന്നുണ്ടായിരുന്നു. അന്നത്തെ രാത്രി മുഴുവനും തിന്നും കുടിച്ചും അവരെ ആഘോഷിക്കുകയാണ് ചെയ്തത്. ല്യൂസൺ പറയുന്നത് ഗ്രാമത്തലവന്മാരുടെ കണക്കനുസരിച്ചിട്ട് 100-ൽ കൂടുതൽ ആളുകളെ വകവരുത്തിയ നരഭോജിയാണ് ല്യൂസൺ നേർക്ക് നേർ നിന്ന് വകവരുത്തിയത്. ല്യൂസൺ കടുവയെ വെടിവെച്ചിട്ട വഴിയിലെ ആ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് ആ ഒരു ഭാഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആളുകൾ കല്ലുകൾ കൊണ്ടുവയ്ക്കുകയും പിന്നീട് അതുവഴി കടന്നുപോയ ആളുകൾ കടുവയെ ശപിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കല്ലുകൾ എറിയുവാനും തുടങ്ങി. അങ്ങനെ കാലക്രമേണ അതൊരു കൽക്കൂമ്പാരമായിട്ട് മാറുകയും ആളുകൾ ഈ കഥ കുട്ടികളോട് ഇത് പറയും. ഇത് കാണുമ്പോഴേക്കും ഈ കുട്ടികൾ ചോദിക്കും. അങ്ങനെ കുട്ടികളോട് ഇത് പറയുവാൻ തുടങ്ങുകയും ചെയ്തു. ല്യൂസൺ ജീവിച്ചിരുന്ന കാലത്തൊക്കെയും പിന്നീട് അത് കഴിഞ്ഞും ഈ കൽക്കൂന അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അതുവഴി വന്ന ഇംഗ്ലീഷുകാരോട് കടുവയെ കൊന്ന കറുത്ത താടിയുള്ള കുതിരക്കാരൻ സാഹിബ് സുഖമായിട്ടിരിക്കുന്നു എന്ന് ഗ്രാമവാസികൾ അന്വേഷിക്കുമായിരുന്നു എന്നും ല്യൂസൺ എഴുതിയിട്ടുണ്ട്. പിന്നീടും ഇതുപോലെ ഒട്ടനവധി സാഹസിക വേട്ടകൾ നടത്തിയിട്ടുള്ള ബിഗ് ഗെയിം ഹണ്ടറായിരുന്നു ഹെൻറി ഓസ്ബറി ല്യൂസൺ. അങ്ങനെ കനേറി ഐലൻഡിലെ ജെയ്ഡെ അഗ്നിപർവ്വതത്തിന്റെ ഫോട്ടോയിൽ നിന്നും പിടികൂടിയ ഹെൻറി ഓസ്ബറി ല്യൂസൺ എന്ന വേട്ടക്കാരന്റെ പുറകെ മൽക്കാപൂരിലും പിന്നീട് നരഭോജിയെ തേടി ബാട്ടസിംഗാരം ഗ്രാമത്തിലും എത്തിച്ചേർന്ന നമ്മൾ ആ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ല്യൂസൺ ഓൾഡ് ശിക്കാരി എന്ന തൂലികാ നാമത്തിൽ എഴുതിയ ദ ഹണ്ടിങ് ഗ്രൗണ്ട്സ് ഓഫ് ദി ഓൾഡ് വേൾഡ് എന്ന ബുക്കിൽ നിന്നുമാണ് ഈ വേട്ടകഥ നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഡോഗ്സ് ഓഫ് ഓൾ നേഷൻസ് ബൈ മെയ്സൺ, കാറ്റ്സ് ആൻഡ് ട്രൈബ്സ് ഓഫ് സദേൺ ഇന്ത്യ ബൈ എഡ്ഗാർ തേഴ്സ്റ്റൺ, ഇതൊക്കെ അഡീഷണലായിട്ട് റെഫർ ചെയ്ത ബുക്കുകളാണ്. അവസാനമായിട്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ചിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സെപ്റ്റംബർ 18 വരെയാണ് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി 4 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. സമയം കുറവാണ്. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.